Hello friends, welcome back to my channel Neenu's Vlogs. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഉണ്ണിയപ്പം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ ഏകദേശം ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ പച്ചരി നന്നായി കഴുകി എടുത്തതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരല്പം മാത്രം വെള്ളവും ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അത് നമ്മുടെ മാവിൻ്റെ ഒരു പരുവം നഷ്ടമാവും. അതുകൊണ്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഏകദേശം ഇത് അരച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഞാൻ മറ്റൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെള്ളം ഉരുക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 10-15 കഷ്ണം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്കും ഒരല്പം വെള്ളം ഒഴിച്ച് ചൂടാക്കി ഉരുക്കാൻ വെക്കുക. വെള്ളം ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന ഈ മാവിലേക്ക് വെള്ളം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക. അരിച്ചൊഴിച്ചു കൊടുക്കണം. വെള്ളം നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ചൂടുള്ള വെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. നന്നായി തണിഞ്ഞതിന് ശേഷം ഉരുക്കിയ വെള്ളം ഒരു അരിപ്പ വെച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായി ഇത് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് മൈദ കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. അത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിടി എള്ളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു പിടി എള്ള് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രമേ ഇത് അപ്പം ചൂടാൻ പാടുള്ളൂ. ഒരു 4 മണിക്കൂറെങ്കിലും മാക്സിമം വെക്കണം. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞു. ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഈ ബാറ്ററിൽ നിന്നും ഓരോ സ്പൂൺ എടുത്ത് ഇതിലേക്ക് ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ കുഴിയിലും ഒഴിച്ച് നമ്മുടെ അപ്പം തയ്യാറാക്കിയെടുക്കുക. ഏകദേശം ഇതിൻ്റെ അടിവശം വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം 2 ഭാഗവും ഏകദേശം ആയതിനു ശേഷം എണ്ണയിൽ നിന്നും ഊറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ ബാക്കി വരുന്ന എല്ലാ ബാറ്ററും കൂടി ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ഉണ്ണിയപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. താങ്ക്